ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരുപാട് നാളായി ഒരു ലെങ്തി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഹോളിഡേ ആയിട്ട് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഇയറിങ്സിൻ്റെ, കുപ്പിവളയുടെ, അതുപോലെ കോസ്റ്റ്യൂംസ്, നെക്ലേസ്, ചോക്കറിൻ്റെയൊക്കെ കളക്ഷൻസ് ഒന്ന് കാണിച്ച് അതിനൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ ഇയറിങ്സ്, ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എൻ്റെ ഇയറിങ്സ് ഒക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടണതാണ് കേട്ടോ. എല്ലാം ഞാൻ പർച്ചേസ് ചെയ്യണമല്ല, ഗിഫ്റ്റ് കിട്ടണതാണ്. അപ്പോൾ എൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം, വരൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ്. എനിക്കിത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ഞാൻ ഇത് കാണിച്ചു തരാം. ഈ ഒരു ഇയറിങ്സ് ഇതെൻ്റെ ഫേവറേറ്റ് ഇയറിംഗ് ആണ്. കണ്ടോ, ഇത് എൻ്റെ ഉമ്മച്ചി എനിക്ക് മേടിച്ചു തന്നതാട്ടോ, ലുലു മോളിൽ നിന്ന്. കുറച്ച് എക്സ്പെൻസ് ആണ്, പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇയറിങ്സ് ആണ്. ഈ പ്രൊമോഷൻ വീഡിയോസിൻ്റെ ഷൂട്ടിനും അതുപോലെ ആങ്കറിങ് ഷോയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇയറിങ്സ് ആണിത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഷെൽസ് ഒക്കെ ഉള്ള ഇയറിങ്സ് ആണ്. ഇത് മൈസൂർ പോയപ്പോൾ മേടിച്ചതാണ്. വളരെ ലോ പ്രൈസേ ഉള്ളൂ, 50 റുപ്പീസൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഇയറിംഗ് ആണ്. നല്ല രസമില്ലേ കാണാൻ, ഷെൽസ് ഒക്കെ വെച്ചിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇയറിങ്സാണ് ഇത്. പിന്നെ എനിക്ക് കുറച്ച് ട്രഡീഷണൽ മോഡല്, ഓണം, അങ്ങനെ വിഷു, അങ്ങനെയുള്ള സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് സാരിയുടെ കൂടെ, ഹാഫ് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇയറിങ്സ് ഉണ്ട്. അത് കുറച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ട്രഡീഷണൽ മോഡൽസ് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയതാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നല്ല ഹെവി റേറ്റ് ആണെന്ന്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് മേടിച്ചതാ. ഇത് ഒരു 150 അത്ര റുപ്പീസ്, 150 ഉള്ളൂ. അന്ന് ആ ഒരു ട്രെൻഡായിരുന്നു, 2 വർഷം മുമ്പ് മേടിച്ചതാണ്. രസമല്ലേ? അതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് ഇതും അതുപോലെ ഞാൻ ട്രിവാൻഡ്രത്ത് മേടിച്ചതാണ്. ഇതും ഒരു 150, 100 ആ ഒരു റേറ്റിലേ ഉള്ളൂ. അന്ന് വില കുറഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാട്ടോ. ശരിക്കും ഇതിൻ്റെ മോഡൽസ് വേറെ ഷോപ്പുകളിലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ റേറ്റ് കുറയുമ്പോൾ ഞാൻ മേടിച്ച സംഭവങ്ങളാണ്. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റഡ് ആണ്. എൻ്റെ പാരൻസ് എനിക്ക് ഗിഫ്റ്റ് തന്ന ഐറ്റംസ് ആണ്. കണ്ടോ, ഇതൊക്കെ നല്ല ഹെവിയാണ്. ബട്ട് ഇത് ഈ ഒരു ഓഫ് വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കമ്മൽ നന്നായിട്ട് ചേരും. ഞാൻ പല ഫങ്ഷൻസിന് ഇട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. അതുപോലെ ഇത് കണ്ടോ, ജിമിക്കി മോഡലാണ്. ഇതൊക്കെ ഗിഫ്റ്റഡ് ആണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് തന്നതാണ്. അതുപോലെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഗിഫ്റ്റഡ് ആണ്. ഒക്കെ ഓഫ് ഐറ്റംസ് നമ്മളെ കുർത്തിയുടെ കൂടെ, ചുരിദാറിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും. നമുക്ക് നെക്ലേസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ഐറ്റംസ് ആണ് ഇങ്ങനത്തെ. പിന്നെ ഉള്ളത് അതുപോലെ, ഇതും അതുപോലത്തെ ഒരു മോഡലാണ്. കണ്ടോ, ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. കണ്ടോ, ഇത് നല്ല രസമാണ്. നമ്മളിങ്ങനെ നെറ്റിപ്പട്ടം വെച്ചതുപോലെ ഉണ്ടാവും നമ്മളിടുമ്പോൾ. ഇത് ഒരു 3-4 വർഷം മുമ്പുള്ള കമ്മലാണ്, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൻ്റെ സ്റ്റോൺസ് ഒന്നും പോയിട്ടില്ല, ഒക്കെ നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ ഒരേ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റിയതാണ്. ഇതൊക്കെ ഓരോ ഇയർ എനിക്ക് മാറി മാറി വരുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഗിഫ്റ്റ് തരണതാ. ബട്ട് ഞാൻ അതൊക്കെ ഒരു കളക്ഷനാക്കി ഈ ബോക്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ട്രഡീഷണൽ എടുക്കുമ്പോൾ അത് എടുക്കാൻ സിമ്പിളാണല്ലോ. അതുപോലെ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് തന്നതാട്ടോ. ഒരു വെറൈറ്റി മോഡലാണ്. അവൻ എവിടെയോ ടൂർ പോയപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ട് തന്നതാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇത് ഇനി ഇടണം. നല്ല രസമുണ്ട് അല്ലേ, മുത്തൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇയറിങ്സ് ആണത്. പിന്നെ ഇപ്പം ഞാൻ പഠിപ്പിക്കണ എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്, ഫാദി എന്ന് പറഞ്ഞിട്ട്. അവൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന കമ്മലാണ്. കണ്ടോ, എന്ത് രസമല്ലേ? പർപ്പിൾ കളറാണ്. എനിക്ക് പർപ്പിൾ കളർ ഡ്രസ്സ് ഒരുപാടുണ്ട്, പക്ഷെ ഇതുവരെ അതിന് മാച്ചായിട്ടുള്ളൊരു കമ്മൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ട്, ബട്ട് എനിക്കിത് അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് കിട്ടിയതാണ് ഈ ഒരു സംഭവം.
എനിക്ക് നല്ല ഇഷ്ടമായുള്ള കമ്മലാണ്. ഞാൻ ഇത് സ്കൂളിലൊക്കെ ഇട്ട് പോയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഞാൻ വേറെ ഒരു മോഡൽ കമ്മൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണേ. കണ്ടോ, നല്ല രസമില്ലേ? റാബിറ്റിൻ്റെതാണ്. ഞാൻ ഇതിട്ട് ഞാൻ വീടുകളിൽ ട്യൂഷനൊക്കെ എടുക്കാൻ പോകും കേട്ടോ, ഹോം ട്യൂഷൻസ്. അപ്പോൾ അവിടെ ഉള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് ആദ്യമായിട്ട് എന്നെ പിന്നെ പറഞ്ഞത്, മാം ഇത് നല്ല രസമുള്ള കമ്മലാണല്ലോ, ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കും കേട്ടോ. കണ്ടോ, റാബിറ്റിൻ്റെ വളരെ കോമൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ള കമ്മലാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. ഞാൻ മേടിക്കുന്നതൊക്കെ റേറ്റ് കുറവുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, അതുപോലെ ഇത് കണ്ടോ, ഇത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്കിടാം. ഇപ്പോൾ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും കമ്മൽ തപ്പുണ്ട്, നമുക്ക് ഇട്ട എല്ലാ ഡ്രസ്സ് ഇതിൽ എല്ലാത്തിൻ്റെയും കൂടെ ചേരും. ഇതേ ഷെയ്ഡിൽ തന്നെ എനിക്ക് ഈ ഒരു ജിമിക്കുണ്ട് ഇതേപോലെ. കണ്ടോ, ഇതും അതുപോലെ തന്നെ പിന്നെ ഏത് ഡ്രസ്സിനും കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് യെല്ലോ ഷെയ്ഡിൽ എനിക്ക് ഒരു കമ്മലുണ്ട്. കണ്ടോ, യെല്ലോ കളറ്. എനിക്ക് ഒരുവിധം എല്ലാ കളർ ഡ്രസ്സും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മാച്ച് യെല്ലോ കളർ ജിമിക്കുണ്ട്, യെല്ലോ കളർ. വേണ്ട, ഇങ്ങനെയുള്ളൊരു മോഡൽ ഇഷ്ടമായത്. ഇത് നമ്മൾ ഇട്ടാൽ പെട്ടെന്ന് ആദ്യം കമ്മലിനെ ശ്രദ്ധിക്കാം, പിന്നെ നമ്മളെ മുഖത്ത് നോക്കോളൂ. ആ ഒരു വെറൈറ്റി ഒരു സാധനമാണിത്, നല്ല രസമാണ്. ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റ് കേട്ടോ, 20-30 റുപ്പീസൊക്കെ ഉള്ളൂ. ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ മേടിക്കണതാണ് ഞാൻ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ ഉമ്മച്ചിയുടെ സെലക്ഷൻസ് ആണ്. ഉമ്മച്ചിക്ക് സ്റ്റോൺ വർക്കുള്ള കമ്മൽ നല്ല ഇഷ്ടമാണ്, എവിടെ കണ്ടാലും മേടിച്ചുകൊണ്ട് വരും. പുള്ളിക്കാരിക്ക് ഇതുപോലത്തതാണ് ഇഷ്ടം. കണ്ടോ, പിന്നെ ഇനി ഈ ഒരു കമ്മൽ കണ്ടോ, ഇതും ഇതുപോലെ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒരു 4-5 വർഷം പഴക്കമുള്ള കമ്മലുകളാണ്, പക്ഷെ ഒരു സ്റ്റോണ് പോലും പോയിട്ടില്ല. അതാണ് കണ്ടോ, എല്ലാം നല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടണമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടുള്ള നല്ല പിന്നെ ക്വാളിറ്റി ഉള്ള കമ്മലുകളായിരിക്കും കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ ഗിഫ്റ്റഡാ, എൻ്റെ സ്റ്റുഡൻസ് തന്നതാണ്. ഇഷ്ടമല്ല ഇതൊക്കെ നമുക്ക് ഇതുപോലെ സിൽവർ ഷെയ്ഡുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇട്ടാൽ നന്നായിരിക്കും. അതുപോലെ എനിക്ക് സിൽവർ ടച്ചുള്ള കുറച്ച് കമ്മലുണ്ട്. കണ്ടോ, ഇത് ഓക്കെ. പിന്നെ ഇത് കണ്ടോ, ഒരു ജിമിക്ക് മോഡലാണ്. ഇതിൽ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് ഇതുണ്ട്. പിന്നെ ഇതാണ്ട് ബട്ടർഫ്ലൈ, ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് ഇതുപോലെ മുന്തിരി കൊല പോലെ തൂങ്ങിക്കിടക്കണേ. ഉണ്ടോ, നല്ല രസം കേട്ടോ. ഇതൊക്കെ ഞാൻ പൂരപ്പറമ്പിൽ മേടിച്ചതാണ്, എനിക്ക് ഓർമ്മ ഉണ്ട്. ഒരു 20-30 റുപ്പീസ് ആ ഒരു റേറ്റിൻ്റെ ഒരു ബട്ടർഫ്ലൈയുടെ പിന്നെ കമ്മലാണ്. അതും ഇതും തമ്മിൽ കണ്ടോ കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇതെനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടില്ല, ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇത് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതൊരു മോഡൽ ഒരേ മോഡലാണ് കണ്ടോ. പിന്നെ ഇതുപോലെ ഇതെല്ലാം ഒരു ഓൾമോസ്റ്റ് ഏതാണ്ട് ഇതിൻ്റെ ഇത് പൊട്ടിപ്പോയി. ഈ ജിമിക്ക് കണ്ടോ പൊട്ടിപ്പോയി, ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊളുത്തിയതായിരിക്കും. കണ്ടോ, നല്ല രസമില്ലേ? നല്ല ഇഷ്ടമായി. ഇതൊക്കെ ഗിഫ്റ്റഡ് ആണ് കേട്ടോ, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊന്നും എടുത്തിട്ടില്ല, ഇതൊക്കെ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇയറിങ്സ് ഒക്കെ ഇടാൻ ആഗ്രഹമുള്ളവരൊക്കെ പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാനിത് നിങ്ങൾക്ക് ഇടാനൊക്കെ തരും കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കണതും. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമൊക്കെ ഒരു വൈറ്റ് സ്റ്റോൺ വർക്ക്സിൽ വരുന്നതാണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. അതുപോലെ ഈ ഒരു സംഭവം, ഓൾമോസ്റ്റ് ഒരുപോലത്തെ ഇയറിങ്സ് എനിക്കുണ്ട്. ഇത് കണ്ടോ, ഇതൊന്ന് അതുപോലത്തെ ഷെയ്ഡിൽ വരുന്നത് തന്നെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടണതാണ്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. ഇനി ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഡ്സ്, വൈറ്റ് ബീഡ്സിൻ്റെതാണ് കേട്ടോ. ഇത് കണ്ടോ, വൈറ്റ് ബീഡ് പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് പോകാൻ പറ്റണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോഡി കമ്മലാണിത്. അതുപോലെ ഇതും കണ്ടോ,
രസമില്ലേ കാണാൻ. ഇത് ഊട്ടിന്ന് മേടിച്ചതാ. ഇത് കൂർഗിന്നോ മൈസൂറിന്നോ എവിടെ നിന്നോ മേടിച്ചതാണ്. ടൂറ് പോയപ്പോൾ മേടിച്ചതായിരിക്കാം. കമ്മല് കണ്ടാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ആവും. കമ്മലും അതുപോലെ കുപ്പിവള, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. പിന്നെ ഇതാ നമ്മുടെ ചെറി, പിങ്ക് ചെറി ഉണ്ട്, പിന്നെ ഇതാ ബ്ലൂ ചെറി ഉണ്ട്, ആപ്പിൾ എന്നും പറയാം, ചെറി ഉണ്ട്. പിന്നെ ഒറിജിനൽ ഇതുണ്ട്. ഇതൊക്കെ റെഡിൻ്റെ കൂടെ ഇട്ടാണ്ടല്ല, നല്ല രസമാട്ടോ കാണാൻ. കുട്ടികളെപ്പോഴും ഇതിൽ തട്ടിക്കളിച്ചോണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണ്. മാം ഇത് കഴിക്കാൻ പറ്റുമോ, ഇത് തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇഷ്ടമാണ്, എനിക്കിഷ്ടമാട്ടോ. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ചെറി പിന്നെ കമ്മൽ. ബട്ട് അതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ആ കമ്പി അതെവിടെയോ മിസ്സായി. ബട്ട് ഞാൻ ഇപ്പോഴും അത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. കാരണം ഇത് ഇറങ്ങിയ സമയത്ത് ഞാനത് മേടിച്ചു. ഇത് മേടിച്ചിട്ടതിന് ശേഷം കുറേ പേര് അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ, എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. ഞാനാണല്ലോ ഈ ഒരു മോഡൽ ആദ്യമായിട്ട് ഇടുന്നതാണ്. സംഭവം ഇതിൻ്റെ ഒരു കമ്പി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സാഡായി. പിന്നെ ഒരിടത്തും കിട്ടാനില്ല. പിന്നെ കുറേ അന്വേഷിച്ചപ്പോൾ പിന്നെ ഇതിൻ്റെ പല വെറൈറ്റീസ് കിട്ടി. അങ്ങനെ ഞാൻ മേടിച്ചതാണ് അതൊക്കെ. അന്ന് 40 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടോ, ഇതെൻ്റെ ക്ലാസ്സിൽ നമ്മൾ സ്കൂളിൽ തന്നെ ഒരു മാം, ഗ്രീഷ്മ മാമിന് ഗിഫ്റ്റ് കൊടുത്തത് ആ ഒരു കുട്ടി. ബട്ട് മാം ഇതുപോലത്തെ കമ്മൽ ഇടൂല. അപ്പം ഞാനുള്ളത് കൊണ്ട് മാം എനിക്കിത് തന്നു. രസമല്ലേ? ഇത് ഞാൻ പിങ്ക് ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടും. ബട്ട് നല്ല വെയിറ്റാണ്, ചെവി വേദനിക്കും. പക്ഷെ കുറച്ച് സമയമൊക്കെ ഇട്ടിരിക്കാം അല്ലേ, രസമുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചതാ. സംഭവം ഇത് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് മേടിച്ചതാ. ബട്ട് ഇതിൻ്റെ കളർ പോവാണ് കണ്ടോ, ഇതിൻ്റെ കളറിന് നല്ല മാറ്റം വരുന്നുണ്ട്. ഇതൊരു വർഷമായിട്ട് ഉണ്ടാവൂല മേടിക്കണത്. പക്ഷെ ഇത് നോക്കിയേ, ഇതിൻ്റെ കളർ പോയി മങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു മോഡൽ കമ്മലാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. അപ്പം ഞാനതായത് ഇങ്ങനെ അഴിക്കും, എന്നിട്ട് അതിൻ്റെ അകത്തൂടെ ഇടും, എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കും. നല്ല രസമായിട്ടുള്ളൊരു കമ്മലല്ലേ ഇത്. ഇതെനിക്കിഷ്ടമുള്ള കമ്മലാണ്. അതുപോലെ പുതിയൊരു മെറൂൺ കളർ സാരി മേടിച്ചായിരുന്നു. അതിൻ്റെ കൂടെ ഇടാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു സാധനം മേടിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. കണ്ട, അതിന് മാച്ചായി. എനിക്ക് നല്ല ഇഷ്ടമായി അത്. പിന്നെ അതുപോലെ ഓൺലൈനിൽ ഒരു ചോക്കർ മേടിച്ചപ്പോൾ നമ്മൾ ചോക്കറിൻ്റെ കൂടെ കുറച്ച് ഇയറിങ്സ് കിട്ടുമല്ലോ, അത് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കളക്ഷൻ ഇതാണ്. ഇതിൻ്റെ ഇതുപോലൊരു ചോക്കർ ഉണ്ട് കേട്ടോ എനിക്ക്. അത് പക്ഷെ അത് പെട്ടെന്ന് പോയി, അതിൻ്റെ ഹൂക്കൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. ബട്ട് ഈ കമ്മൽ ഇപ്പോഴും ഉണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ ഇതും ഒരു ചോക്കറിൻ്റെ കൂടെ ഉള്ളതാണ്. അതൊക്കെ പോയി, സ്റ്റോൺസൊക്കെ പോയിട്ടുണ്ട്. ഇത് ഇടാൻ പറ്റൂല, എന്നാലും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോഡലുണ്ട്, ഒരു വെറൈറ്റി മോഡലാണ്. തോക്ക് പോലെയോ എന്തൊക്കെയോ ഒരു മോഡൽ മേടിച്ചിട്ടിട്ടുണ്ട്, ഇതുവരെ ഇട്ടിട്ടില്ല. ഇതൊക്കെ ഇനി ഇടണം. അതുപോലെ ഇതാക്കണ്ട, ഇതൊക്കെ ഗിഫ്റ്റഡ് ആണ്. ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഓൺലൈനാണ്. ഓൺലൈനിലാവുമ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കിട്ടും. ഓൺലൈനിൽ നമ്മൾ അതിൻ്റെ റേറ്റൊക്കെ സ്റ്റാറൊക്കെ നോക്കിയിട്ട് ഐറ്റം നല്ലതാണെന്ന് നോക്കി മേടിക്കണത് ഒരു ഇതേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ ഗിഫ്റ്റ് കേട്ടോ. എനിക്ക് ഗ്രീൻ സാരി ഒരുപാടുണ്ട്, ഗ്രീൻ സാരി. അപ്പോൾ ഗ്രീൻ സാരിയുടെ കൂടെ ഇടാൻ പറ്റിയ കമ്മലുകൾ ഇതുണ്ട്. പിന്നെ ഇതാ ഈ സ്റ്റഡ് മോഡലുണ്ട്. സ്റ്റഡ് മോഡൽ ഉണ്ടോ, ഈ സ്റ്റഡ് ഗ്രീന്, ഈ ഒരു കമ്മലുണ്ട്. പിന്നെ എനിക്ക് ജിമിക്കി മോഡല് വൈറ്റ് കളർ ജിമിക്കീസ് ഉണ്ട്. ഓക്കെ, കണ്ടോ ജിമിക്കി ഇതുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് ജിമിക്കി ഉണ്ട് കേട്ടോ എനിക്ക്, കുഞ്ഞ് ജിമിക്കി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് ജിമിക്കിയാണ്. ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റിയൊരു സംഭവം. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഇതേ കളർ ഒരു ചുരിദാറുണ്ട്, അതിന് മാച്ചായിട്ട് കിട്ടിയതാണ്. ഇതും ഗിഫ്റ്റ് കേട്ടോ, ഇത് ഗിഫ്റ്റാണ്. ഒരു കുട്ടി ഗിഫ്റ്റ് തന്നപ്പോൾ ആ ചുരിദാറും അതിൻ്റെ മാച്ച് ഇയറിങ്സും തന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഉണ്ടോ, ഇത് നല്ല എക്സ്പെൻസീവാണ് കേട്ടത്. ഇത് എങ്ങനെയാണെന്ന് അറിയാതെ മേടിച്ചത്. ഇതെൻ്റെ ഉമ്മച്ചി മേടിച്ചു തന്നതാണ്. പണ്ട് ഒരു
ഏതോ ഒരു ഫാൻസി സ്റ്റോറിൽ പോയപ്പോൾ ഇതിന് മാച്ച് വളയും മാലയും കമ്മലൊക്കെ ഉണ്ട്. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയത്. ഒരു 500 അബോവ് ഉണ്ട്. നല്ലൊരു പിന്നെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള കണ്ടോ, നല്ല ഒരു ഇയറിംഗ് ആണ്. ഉണ്ടോ, അതിൻ്റെ മാറ്റമുണ്ട് കേട്ടോ. നല്ല സ്റ്റോൺ വർക്കൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണിത്. പിന്നെയുള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോണത് ഈ ഒരു ചോക്കറിൻ്റെ കൂടെയുള്ള ഐറ്റംസ് ആട്ടോ. ഇതൊക്കെ ചോക്കറിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതൊന്നും ഞാൻ ഇടലില്ല ചോക്കറിൻ്റെ കൂടെ. ഇങ്ങനെ പിന്നെ ഇതിൻ്റെയൊക്കെ ചോക്കർ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കുപ്പിവള കളക്ഷൻസ് അതുപോലെ ചോക്കർ കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇന്ന് കാണിച്ചതിൽ ഏതൊക്കെ ഇയറിങ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ചോക്കർ ഐറ്റംസും കുപ്പിവള ഐറ്റംസും ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇത് നോക്കിയേ, ഇതെങ്ങനെയുണ്ട്. ഇതും സെയിം ചോക്കർ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ഓൺലൈനിൽ നിന്ന് മേടിച്ച കമ്മലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ്. ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് ഇടാം കേട്ടോ. അതുപോലെ ഞാൻ എടുക്കാതെ വെച്ചിരിക്കുന്നതാ ഒരു പുഴു പോലത്തെ ഒരു കമ്മലാണ്. സംഭവം നല്ല സ്റ്റോണൊക്കെ ഉള്ളതാണ്, സിമ്പിളായിട്ട് ഇടാം. ബട്ട് നൈറ്റ് ഫങ്ഷൻസ് ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും. അങ്ങനത്തെ ഒരു കമ്മലാണ്. പിന്നെ ഈ വർഷം എൻ്റെ ക്ലാസ്സിൽ തുടങ്ങിയതേ ഉള്ളൂ. സ്കൂൾ തുടങ്ങിയ പിറ്റേ ദിവസം എനിക്ക് കിട്ടിയ കമ്മലാണ്. എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നതാണ്. രസമല്ലേ, സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഇതുണ്ട്. ഇത് കണ്ടോ, സ്റ്റെഡ് മോഡൽ. ഇതിൻ്റെയൊക്കെ ചോക്കർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സെയിം ഈ ഒരു ബ്ലൂ സ്റ്റോണ് സെൻറ്ററിൽ പറഞ്ഞതായിട്ടിട്ട് പിന്നെ വൈറ്റ് ബീഡും വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ചോക്കർ ആയിട്ട് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യണത് കേട്ടോ. അതിലൊക്കെ ചീപ്പ് റേറ്റാണ്. 120 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തുനിന്നും പർച്ചേസ് ചെയ്യും, ചെറിയ രീതിയിലുള്ളതൊക്കെ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു മോഡലാണ്. ഒരു മോഡൽ ഇയറിങ്. പക്ഷെ ഒരു വളവുണ്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അപ്പോൾ എൻ്റെ ഇയറിങ്സ് കളക്ഷൻ ഓൾമോസ്റ്റ് എല്ലാ ഇയറിങ്സും കഴിഞ്ഞു. ഇനി ഞാനിത് ഇട്ടേക്കണ ഇയറിങ് കണ്ടോ, ഈ ഒരു ഇയറിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനാകെ 40 രൂപ എന്തേ ഉള്ളൂ. ബട്ട് ഞാനിത് നൈറ്റ് ഇടുമ്പോൾ ഞാനൊരു ആങ്കറിങ് ഷോയ്സിനൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ബട്ട് നല്ല തിളക്കം. ഇത് ഈ കാണുന്ന പോലെയല്ല, നന്നായിട്ട് നല്ല നമ്മളെ ആ ഒരു ചെവിയിലുള്ള ഒരു അട്രാക്ഷൻ എടുത്ത് കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും യൂസ് ചെയ്യണ കമ്മല. എന്നെ അറിയണവർക്ക് അറിയാം, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ കമ്മലായിരിക്കും ഇടുക. കാരണം അത്ര ഈസിയാണ്, പെട്ടെന്ന് എടുത്തങ്ങ് ഇടാം. പിന്നെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇവിടെ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമാണ് ഇഷ്ടമായിട്ടുള്ളത്. എപ്പോഴും എല്ലാവരും ചോദിക്കും ഈ ഒരു കമ്മലേ നിനക്ക് കൊള്ളാമെന്ന് ചോദിക്കും. അങ്ങനെയും ചോദിക്കലുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സംഭവം, ഈ ഒരു കമ്മലൊക്കെ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന ഒരു കമ്മലാണ്. ഉണ്ടാവും ചില ദിവസങ്ങളിൽ മൂഡ് ഉണ്ടാവില്ല, കമ്മലൊന്നും ഇട്ട് ഒരുങ്ങി പോകാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ ഞാൻ വേഗം എടുത്തിടുന്ന കമ്മലാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഇയറിങ്സ് കളക്ഷൻസൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അതുപോലെ നിങ്ങൾക്കൊക്കെ ഇടാൻ വേണമെങ്കിൽ ഞാൻ തരും കേട്ടോ. എനിക്കിഷ്ടമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ ഏതാണെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.